പലപ്പോഴും ഈ ഹദീസ് വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിക്ഷണറി വെച്ചും ചിലപ്പോൾ പലരും കാണാൻ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ച് അതിനെ വിമർശിക്കുന്നു. ഒരു ഹദീസിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഹദീസിനെ എവിടെ നിന്നാണ് അതിൻ്റെ ആശയം നമ്മൾ പിടിച്ചെടുക്കേണ്ടത്? ഒരു ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ശരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വിമർശകരായ ആളുകളൊന്നും അതിൻ്റെ യഥാർത്ഥ സ്രോതസ് പോയി ഈ ഹദീസ് നോക്കിയിട്ടുമില്ല, പഠിച്ചിട്ടില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ബഹുമാന്യനായ ഫൈസൽ മൗലവിയുടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സംസാരം എനിക്ക് പ്രധാനമായും സമർപ്പിക്കാനുള്ളത് രണ്ട് വിഭാഗം ആളുകൾക്ക് മുമ്പിലാണ്. ഒന്നാമതായി, ഹദീസുകൾക്ക് ആധികാരികമല്ലാത്ത ചില അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കണ്ടെത്തി ആ അർത്ഥങ്ങളുടെ പേരിൽ മാത്രം, ആ വ്യാഖ്യാനങ്ങളുടെ പേരിൽ മാത്രം ഈ ഹദീസുകളൊന്നും ശരിയല്ല, ഹദീസൊന്നും അത്ര സ്വീകരിക്കേണ്ടതല്ല എന്ന തെറ്റായ നിലപാട് സ്വീകരിച്ച് ഹദീസ് വിമർശകരായി മാറുന്ന ആളുകളോടാണ്. രണ്ടാമതായി, സോഷ്യൽ മീഡിയകളിൽ ഇത്തരം ആളുകൾ ചില ഹദീസുകളെ സംശയം ജനിപ്പിക്കുവാനായി പ്രചരിപ്പിക്കുമ്പോൾ അത്തരം ചില ഹദീസുകൾ അത്തരം ആളുകളുടെ സൈറ്റുകളിൽ നിന്നോ സംസാരത്തിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ വഴി ശ്രദ്ധയിൽപ്പെടുമ്പോഴേക്ക് ഓഹോ, ഹദീസുകൾക്ക് പ്രശ്നമുണ്ടോ, അതിനെന്താ പരിഹാരം, എന്താ ഇത് ചെയ്യുക എന്ന് ഓരോ ഹദീസും പ്രശ്നമാണ് എന്ന് തോന്നി അതിന് പിന്നാലെ പോയി സ്വന്തം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ആളുകളോടാണ്. യഥാർത്ഥത്തിൽ ഇതുവരെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് പ്രകാരം 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ലോകത്തിൻ്റെ സൃഷ്ടാവ് അവൻ്റെ പ്രവാചകർക്ക് ഏറ്റവും വിശിഷ്ടനായ മലക്കായ ജിബ്രീൽ അലൈഹി വസ്സലാമിനെ പറഞ്ഞയച്ച് ദിവ്യ സന്ദേശമായി അറിയിച്ചു കൊടുത്ത വചനങ്ങളാണ് ഹദീസുകളുടെ ആശയങ്ങൾ എന്ന യാഥാർത്ഥ്യം മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ അർത്ഥമോ ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ വിശദീകരണമോ ഒരുപക്ഷെ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അത് എൻ്റെ അറിവിൻ്റെ പരിമിതിയാണ് എന്ന്, എൻ്റെ ബുദ്ധിയുടെ പരിമിതിയാണ് എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ ആ ഹദീസിനെന്തോ കുഴപ്പമുണ്ട് എന്നല്ല യഥാർത്ഥ വിശ്വാസി ചിന്തിക്കേണ്ടത് എന്നാണ് ഒരു ആമുഖം എന്നോണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും, ഈ പ്രവാചക വചനങ്ങളോട് ഹദീസുകളോട് 2 തരം സമീപനങ്ങളാണ് ലോകത്തെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, സ്വഹാബിമാരും താബിഈകളും മുതലിങ്ങോട്ട് അഹ്ലുസുന്നയുടെ ശരിയായ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെ സ്വീകരിച്ച ശരിയായ വിശ്വാസികളുടെ നിലപാടാണ്. ഹദീസ് അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിലെല്ലാ മഹത്വങ്ങളെയും ഉൾക്കൊള്ളുകയും ഒരു ഹദീസ് വായിക്കുന്നിടത്തത്, പഠിക്കുന്നിടത്തത്, പഠിപ്പിക്കുന്നിടത്ത്, അത് ഉദ്ധരിക്കുന്നിടത്ത്, അത് കേൾക്കുന്നിടത്ത് പോലും അതിൻ്റെതായ എല്ലാ മഹത്വവും എല്ലാ ഗാംഭീര്യവും ഗൗരവവും കണക്കിലെടുക്കുകയും ചെയ്ത ശരിയായ വിശ്വാസികളുടെ നിലപാടാണ്. സ്വഹാബിമാർ പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ശൈലി എങ്ങനെയാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് വിശദീകരിക്കുന്ന ഹദീസ് കാണാം. തകല്ലമ അതുറഖ ജുലസാഉഹു കഅന്നമാ അലാ റൂസിഹിം അത്വയ്ർ. പ്രവാചകൻ സ്വഹാബിയായ അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സംസാരിക്കാൻ തുടങ്ങിയാൽ നബിയുടെ മുമ്പിലിരിക്കുന്ന സ്വഹാബിമാർ മുഴുവനും അവരെല്ലാം ശാന്തമായി തലതാഴ്ത്തി ആ സംസാരത്തെ ശ്രദ്ധിക്കുമായിരുന്നു. കഅന്നമാ അലാ റൂസിഹിം അത്വയ്ർ. അവരുടെ തലയിൽ പക്ഷികൾ ഇരിക്കുന്നത് പോലെയാണ് അവർ അവിടെ വിനയം പ്രകടിപ്പിച്ചത് എന്ന്. തലയിലൊരു പക്ഷി വന്നിരുന്നാൽ, തലയൊന്ന് അനങ്ങിയാൽ ആ പക്ഷി പാറിപ്പോകുമല്ലോ. അതുകൊണ്ട് അത്രയും ശ്രദ്ധയോടുകൂടി അത്രയും സൂക്ഷ്മമായിക്കൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ നബിതങ്ങൾ സംസാരിക്കുമ്പോൾ സ്വഹാബിമാർ ഇരിക്കാറുള്ളത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ശേഷക്കാരായ സ്വഹാബിമാർക്ക് ശേഷം വന്ന താബിഈകളും താബിഈകളും അടക്കമുള്ളവരെല്ലാം സമാനമായ ശൈലിയിലാണ് ഹദീസുകൾ സ്വീകരിച്ചതും ആദരിച്ചതുമെന്ന്
കാണാൻ സാധിക്കും. താബിഈങ്ങളായ ഇമാം ഖത്താദ റഹിമഹുല്ല, ഇമാം അഅ്മശ് റഹിമഹുല്ല, ശേഷക്കാരായ ഇമാം മാലിക് റഹിമഹുല്ല, ലൈസ് ഇബ്നു സഈദ് റഹിമഹുല്ല, അവരെക്കുറിച്ചെല്ലാം ഉദ്ധരിക്കപ്പെടുന്ന പൊതുവായ ചരിത്രങ്ങളിൽ കാണാം, ലാ യുഹദ്ദിസൂന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ ത്വഹാറ. അവരാരും വുളൂഓടുകൂടിയല്ലാതെ, ശുദ്ധിയോടുകൂടിയല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ അവർ ഉദ്ധരിക്കുമായിരുന്നില്ല എന്നാണ്. ഒരു ഹദീസ് പറയും മുമ്പ് വുളൂ ചെയ്തുകൊണ്ട് താൻ പൂർണ്ണമായും ശുദ്ധി പ്രാപിച്ചുകൊണ്ട് മാത്രമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ അവർ കൈകാര്യം ചെയ്തത് എന്ന് കാണാൻ കഴിയും. സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ല പ്രഗത്ഭനായ താബിഈയാണ്. അദ്ദേഹം രോഗിയായി കിടക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തെ കാണാമെന്നൊരാൾ അദ്ദേഹത്തോട് ഒരു ഹദീസ് ചോദിക്കുന്നു. ആ ഹദീസ് പറയാൻ വേണ്ടി അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു കൊണ്ടാണ് ആ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ഈ പ്രയാസം കണ്ടപ്പോൾ ആ ചോദിച്ച ആൾ പറഞ്ഞു, താങ്കൾ എണീക്കേണ്ടില്ലായിരുന്നില്ല, താങ്കൾ കിടന്നുകൊണ്ട് പറഞ്ഞാൽ മതിയായിരുന്നുവല്ലോ. അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്നി കരിഹ്തു അൻ ഉഹദ്ദിസുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന മുൽതജിഉൻ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് കിടന്നുകൊണ്ട് പറയുന്നത് എനിക്കിഷ്ടമില്ല. അതൊരു അദബുകേടായി, അതൊരു മര്യാദക്കുറവായി അവരെ കണക്കാക്കിയിരുന്നു എന്നർത്ഥം. ഹിഷാമുദ്ദുസ്തുവായി റഹിമഹുല്ല അദ്ദേഹം ഹദീസ് പറയുമ്പോൾ സദസ്സൊരാൾ ചിരിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, തദ്ഹകു വഅൻത തത്ലുബുൽ ഹദീസ്. താങ്കൾ ഹദീസ് അന്വേഷിക്കുമ്പോൾ ആ സമയത്ത് താങ്കൾ ചിരിക്കുകയാണോ എന്ന് ആ ചിരിയെപ്പോലും അവർ ഒരു അപമര്യാദയായി കണ്ടുവെന്നർത്ഥം. ഇമാം മാലിക് റഹിമഹുല്ല മദീനയിൽ വാഹനം കയറി യാത്ര ചെയ്യാറില്ല, നടന്നുകൊണ്ടേ പോകാറുള്ളൂ. അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ലാഹുവിൻ്റെ റസൂൽ മറമാടപ്പെട്ട ഈ മണ്ണിൽ ഞാൻ വാഹനം കയറി സഞ്ചരിക്കുകയോ എന്നായിരുന്നു. ഇങ്ങനെ ഈ ബഹുമാന ആദരവുകളെ അല്ലാഹുവിൻ്റെ റസൂലിനോടും പ്രവാചകന്റെ വചനങ്ങളോടും അവിടുത്തെ ചര്യയോടും കാണിച്ച സ്വഹാബിമാരും താബികളും താബികളും ശേഷക്കാരായ പ്രഗത്ഭരായ അഹ്ലുസുന്നയുടെ നേതാക്കളും അടക്കമുള്ളവരുടെ ആ നിലപാടാണ് ഒരു വിശ്വാസി ഇസ്ലാമിക പ്രമാണങ്ങളോട്, വിശുദ്ധ ഖുർആനോട്, തിരുസുന്നത്തിനോടെല്ലാം സ്വീകരിക്കേണ്ട നിലപാട്. രണ്ടാമതൊരു നിലപാട് ഹദീസ് വിമർശകരായ, ഹദീസ് നിഷേധികളായ ആളുകളുടെ നിലപാടാണ്. ചരിത്രത്തിൽ ഉടനീളം നമുക്കിത് കാണാൻ കഴിയും. ഖവാരിജുകൾ മുതൽ, ഷിയാക്കൾ മുതൽ, മുഅ്തസിലിയാക്കൾ മുതൽ ഇന്നും നീണ്ടു നിൽക്കുന്ന ഹദീസുകളെ തെറ്റായ രീതിയിൽ സമീപിച്ച, ആയത്തുകളെ, ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റായ രീതിയിൽ സമീപിച്ച ആളുകളുടെ നിലപാടാണ്. അതെന്നും പരിഹാസങ്ങളും നിഷേധങ്ങളും ഹദീസുകളെ കൊഞ്ഞനങ്കുത്തലുമൊക്കെയായിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഹദീസുകളുമായി ബന്ധപ്പെട്ട തെറ്റായ നിലപാടുകൾ, തെറ്റായ ധാരണകൾ, അതാണ് ലോകത്ത് വന്ന മുഴുവൻ വഴികേടുകളുടെയും അടിസ്ഥാനമെന്നാണ്. സൂഉൽ ഫഹ്മി അനില്ലാഹി വറസൂലിഹി അസ്ലു കുല്ലി ബിദ്അത്തിൻ വളലാലത്തിൻ നശഅത് ഫിൽ ഇസ്ലാം. ഇസ്ലാമിലുണ്ടായി വന്ന ഏതെല്ലാം വ്യതിയാനങ്ങളുണ്ടോ, ഏതെല്ലാം പുത്തൻ വാദങ്ങളുണ്ടോ, ആ പുത്തൻ ആശയങ്ങളുടെയും വഴികേടുകളുടെയും എല്ലാം അടിസ്ഥാനമെന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ തെറ്റായി മനസ്സിലാക്കിയതാണ് എന്നാണ്. അള്ളാഹു തആല പഠിപ്പിച്ച കാര്യങ്ങളല്ല, നബിതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളല്ല ഇതിനൊന്നും ഉത്തരവാദി. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ അള്ളാഹും റസൂലും ഉദ്ദേശിച്ച അർത്ഥത്തിലല്ലാതെ, അള്ളാഹും റസൂലും പഠിപ്പിച്ച ആശയത്തിലല്ലാതെ തെറ്റായി മനസ്സിലാക്കുകയും ആ അബദ്ധങ്ങളായിരുന്നു, ആ തെറ്റുകളായിരുന്നു എല്ലാ ബിദ്അത്തിൻ്റെയും, എല്ലാ ദലാലത്തിൻ്റെയും, എല്ലാ വഴികേടിൻ്റെയും, എല്ലാ പുത്തൻ വാദങ്ങളുടെയും അടിസ്ഥാനമായി നിലകൊണ്ടത്. ബൽ ഹുവ അസ്ലു കുല്ലി ഖത്ഇൻ ഫിൽ ഉസൂലി വൽ ഫുറൂഅ്. അടിസ്ഥാന വിഷയങ്ങളിലും അതോടൊപ്പം ശാഖാപരമായ വിഷയങ്ങളിലും ഏതിലാണെങ്കിലും ശരി, എവിടെയെല്ലാം അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ അബദ്ധങ്ങളുടെ മുഴുവനും അടിസ്ഥാനം അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ തെറ്റായി ഗ്രഹിച്ചതാണ്. വലാ സിയമാ ഇൻ ഉളീഫ ഇലൈഹി സൂഉൽ ഖസ്ദി. വിശിഷ്യ ദുരുദ്ദേശം കൂടി അതിന് കൂടെ കൂടിച്ചേർന്നാൽ, തെറ്റായി മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല ദുരുദ്ദേശം കൂടി അതിന് കൂടെ ഉണ്ടായി വന്നാൽ തീർച്ചയായും അത് ബിദ്അത്തിനും ദലാലത്തിനുമാണ്, വഴികേടുകൾക്കും പുത്തൻ വാദങ്ങൾക്കുമാണ് നിമിത്തമായി മാറുക എന്ന ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ആ ഒരു അധ്യാപനം ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. പിഴച്ചുപോയ ഏതൊക്കെ സംഘങ്ങളുണ്ടോ, 73 സംഘങ്ങളായി ഈ ഉമ്മത്ത് മാറുമെന്ന് പറഞ്ഞിടത്ത് 72 പിഴച്ചവരാണ്, 72 വഴിമാറിയവരാണ് എന്നാണല്ലോ ഹദീസിന്റെ ഭാഷ്യം. എങ്കിൽ ആ 72 സംഘങ്ങളെയും പരിശോധനാ വിധേയമാക്കിയാൽ
അവരൊക്കെയും പിഴച്ചത് ആയത്തുകൾക്കും ഹദീസുകൾക്കും ശരിയായ വ്യാഖ്യാനം നൽകുന്നതിന് പകരം സ്വന്തമായ വ്യാഖ്യാനങ്ങൾ, തെറ്റായ വിശദീകരണങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. ഖവാരിജുകൾ ലോകത്ത് ഇസ്ലാമിൻ്റെ പേരിൽ എന്നെല്ലാം എവിടെയെല്ലാം തീവ്രവാദ ചിന്തകൾ ഉണ്ടായി വന്നോ ആ എല്ലാ തീവ്രവാദത്തിനെയും അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെടുന്ന ഇന്നുമുള്ള IS പോലുള്ള ഇസ്ലാമിൻ്റെ പേരിൽ രംഗത്ത് വന്ന തീവ്രവാദി സംഘങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഖവാരിജുകൾ, ആ ഖവാരിജുകൾ രംഗത്ത് വന്നത് ആയത്തോതിക്കൊണ്ടാണ്. ആയത്തോതിയിട്ടാണ് വന്നത്. ഇനി ഹുക്മു ഇല്ലാ എന്ന വചനം, അതുപോലെ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന സൂറത്തുൽ മാഇദയിലെ വചനം, ഇത്തരം വചനങ്ങളെ ഓതിക്കൊണ്ടാണ് അവർ രംഗത്ത് വരികയും എന്നിട്ട് സ്വഹാബത്തിനെ പോലും ഇസ്ലാം എന്ന് പുറത്താണെന്ന് വിധി എഴുതി, സ്വഹാബിമാർ കാഫിറാണ് എന്ന് വിധി എഴുതി, മുസ്ലിമീങ്ങൾക്കെതിരെ, സ്വഹാബിമാർക്കെതിരെ, താബിഈകൾക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി വന്ന ഖവാരിജുകൾ അന്നായത്തോതിയപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനമാണ് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. കലിമത്തു ഹഖ്ഖിൻ, അവർ പറഞ്ഞ ആ വചനം സത്യമാണ്, പക്ഷേ ഉരീദ ബിഹിൽ ബാത്തിൽ, ആ വചനം കൊണ്ട് അവർ ഉദ്ദേശിച്ചത് തെറ്റായ ഉദ്ദേശമാണ്. വചനം സത്യമാണ്, പക്ഷെ ഉദ്ദേശം ശരിയല്ല. ഖുർആനിക വചനമാണ്, പ്രവാചക വചനമാണ്, പിഴച്ചുപോയ എല്ലാ സംഘങ്ങളും ഉപയോഗിച്ചത്. വചനം സത്യമാണ്, പക്ഷെ ഉദ്ദേശം ശരിയല്ല. അതുകൊണ്ട് തന്നെ ഹദീസുകൾ മനസ്സിലാക്കുന്നിടത്ത് പണ്ഡിതന്മാർ ഒരുപാട് അടിസ്ഥാന വിഷയങ്ങൾ പഠിപ്പിച്ച് കാണാൻ കഴിയും. ആ തത്വങ്ങളെയെല്ലാം നിരാകരിച്ച, ആ തത്വങ്ങളെല്ലാം മറികടന്നു പോയവർക്ക് മാത്രമാണ് ആയത്തുകളും ഹദീസുകളും എല്ലാം പ്രശ്നങ്ങളായി മാറിയത്, അവയെല്ലാം സ്വീകരിക്കാൻ കഴിയാത്ത ഒന്നായി മാറിയത് എന്നാണ്. മുഅ്തസിലിയാക്കൾ രംഗത്ത് വന്നു. താബിഈങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഹിജ്റ 110 വഫാത്തായ ഹസൻ ബസ്രിയുടെ 500ഓളം സ്വഹാബിമാരെ കണ്ട് ആ സ്വഹാബിമാരിൽ നിന്ന് മതം പഠിച്ച പ്രഗത്ഭനായ താബിഈ വര്യൻ ഹസൻ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകളിൽ നിന്ന് പിന്നീട് വ്യതിയാനം സംഭവിച്ചു പോയ ആളുകൾ അവർ രൂപം നൽകിയ മുഅ്തസിലി ചിന്താഗതികൾ, ആ മുഅ്തസിലി ചിന്താഗതിക്കാർ ഹദീസുകളെ ഒരുപാട് വ്യത്യസ്തങ്ങളായ മാനദണ്ഡം വെച്ചുകൊണ്ട് നിരാകരിച്ചവരാണ്. ബുദ്ധിക്കെതിരായ ഹദീസാണെങ്കിൽ സ്വീകരിക്കേണ്ടതില്ല എന്ന വാദം ഈ മുസ്ലിം ഉമ്മത്തിന് ആദ്യമായി കൊണ്ടുവന്നവർ മുഅ്തസിലിയാക്കളാണ്. ചില ഹദീസുകളെങ്കിലും ഖുർആന് വിരുദ്ധമായി വരുമെന്നും അത്തരം ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നുമുള്ള വാദവുമായി രംഗത്ത് വന്നവർ മുഅ്തസിലിയാക്കളാണ്. ഖബർ ശിക്ഷ ആദ്യമായി നിഷേധിച്ചവർ, സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിഷേധ പ്രവണതയുമായി വന്നവർ, സംസം വെള്ളത്തിന് ബർക്കത്തില്ല എന്ന് ആദ്യമായി വാദിച്ചവർ, ഹജറുൽ അസ്വദിന് മഹത്വമില്ല എന്ന് ആദ്യമായി വാദിച്ചവർ, എന്തിനേറെ ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായ ഈച്ചയുടെ ചിറകുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പരാമർശം വരുന്ന ഹദീസിനെ പോലും പരിഹസിച്ചവർ ലോക ചരിത്രത്തിൽ ആദ്യമായി മുഅ്തസിലിയാക്കളാണ്. എന്തുകൊണ്ട്? പറഞ്ഞ വചനങ്ങൾ സത്യമായിരുന്നു, പക്ഷേ ഉദ്ദേശം ശരിയായിരുന്നില്ല, അവർ വെച്ച അർത്ഥം ശരിയായിരുന്നില്ല, അവർ നൽകിയ വ്യാഖ്യാനങ്ങൾ ശരിയായിരുന്നില്ല. തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് പോയപ്പോഴാണ് ആ വചനങ്ങളെല്ലാം അസ്വീകാര്യയോഗ്യമായി മാറിയത്. ബുദ്ധിക്കെതിരായ ഹദീസുകൾ, ഖുർആനെതിരായ ഹദീസ്, പരസ്പര വിരുദ്ധമായ ഹദീസ്, അനുഭവത്തിനെതിരായ ഹദീസ് എന്നൊക്കെയുള്ള എന്തെല്ലാം തത്വങ്ങൾ അവർ കൊണ്ടുവന്നുവോ അതിന് എല്ലാം അടിസ്ഥാനം സൂഉൽ ഫഹം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ തെറ്റായ അർത്ഥമാണ്, തെറ്റായ ആശയമാണ് ആ വചനങ്ങൾക്ക് അവർ നൽകിയത്. ആ തെറ്റായ ആശയം വെച്ചപ്പോഴാണ് ഈ ഹദീസുകൾ അവർക്ക് പ്രശ്നമായി മാറിയത്. ഇന്നും ഇതേ ആവർത്തനമാണ് ഹദീസ് വിമർശകന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെ ഹദീസുകൾ ഇന്നും ഇങ്ങനെ വിമർശന വിധേയമായി വരുന്നുണ്ടോ അവിടെയെല്ലാം ഇത് തന്നെയാണ് വിഷയം. പലരും ഇവിടെ ചർച്ചയ്ക്ക് വന്നുവല്ലോ, ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്ന് ഹദീസ് ഉണ്ടെന്ന് പറയുന്ന ആളുകൾ എന്താ ഹദീസിന് ശരിയായ വശം വിശദീകരിക്കപ്പെട്ടു ഇവിടെ. ആ അർത്ഥത്തിൽ വെച്ചാലോ ഈ ഹദീസിൽ പ്രശ്നവുമില്ല. എന്നാൽ വിമർശകന്മാർ പറയുന്ന അർത്ഥത്തിൽ വെച്ചാലോ ആ ഹദീസ് എന്തോ പ്രശ്നമാണ്, തീവ്രവാദം വളർത്താനാണ് ഈ ഹദീസ് ഇവിടെ പ്രേരിപ്പിക്കുന്നത് എന്ന വിമർശനങ്ങളെല്ലാം അതിന് പിറകെ വന്നുകൊണ്ടിരിക്കും. ഈ ചെയ്യുമായി ബന്ധപ്പെട്ട ഹദീസ് തൊട്ടു മുമ്പ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഒരുപാട് ഹദീസുകൾ ചർച്ചയ്ക്ക് വന്നു. ഈ ഹദീസുകളൊക്കെ ശരിയായ അർത്ഥം അതിന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഹദീസുകളൊന്നും പ്രശ്നമുള്ള വിഷയമേ അല്ല. വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്ന വിഷയം ഖുർആനിന് വിരുദ്ധമാണ്, അതിനാൽ ആ ഹദീസ് സ്വീകാര്യമല്ല എന്ന് വാദിക്കുന്ന ആളുകൾ മുഅ്തസിലിയാക്കളിൽ തുടങ്ങി ഇന്നും നമ്മുടെ നാടുകളിൽ കേരളക്കരയിൽ പല ഉൽപ്രതിഷ്ഠുക്കളായ രംഗത്ത് വരുന്ന ആളുകൾ പോലും എഴുതി വെച്ചു ഈ ഹദീസ് ഖുർആനിക വിരുദ്ധമാണ്. എന്തുകൊണ്ട് വിരുദ്ധമായി? അവർ സ്വന്തമായി ചില അർത്ഥങ്ങൾ കൽപ്പിച്ചു. ആ അർത്ഥങ്ങൾ കൽപ്പിച്ചപ്പോൾ അത് ഖുർആനിക വിരുദ്ധമായി മാറി എന്നു മാത്രം.
നായ പാത്രത്തിൽ തലയിട്ടാൽ കഴുകണമെന്ന് പറയുന്ന ഹദീസുകളെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ അത്തരം പ്രഭാഷണങ്ങൾ നമുക്ക് ദയവായി കാണാൻ കഴിയും. അജ്വ കാരക്കയെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. സംസം വെള്ളത്തിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്തവരുണ്ട്. ഹജുൽ അസ്വദുമായി ബന്ധപ്പെട്ട അതിന്റെ മഹത്വം പറയുന്ന വചനങ്ങൾ അത് അനുഭവത്തിനെതിരാണ് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് നിരാകരിച്ച ആളുകളുണ്ട്. സിഹറും കണ്ണേറും ഖബർ ശിക്ഷയും സിറാത്തുബാലവും മസീഹുദ്ദജാലും അടക്കമുള്ള ഒട്ടനവധി ഹദീസുകളെ വിമർശിച്ചവരുണ്ട്. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും പോലും ഹദീസുകൾ തെരഞ്ഞുപിടിച്ച് ഇവയെല്ലാം വിമർശന വിധേയമായ ഹദീസുകളാണ് എന്ന് ലേഖനം എഴുതിയവരുണ്ട്. 60 ഹദീസ് ഞാൻ ദഈഫാക്കി എന്ന് സ്വയം പ്രഖ്യാപിച്ചു പോയ മനുഷ്യന്മാരുമുണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി വന്നു? ഈ വചനങ്ങൾക്കെല്ലാം സ്വന്തമായി അർത്ഥം കൽപ്പിച്ചു എന്നതാണ് അവർക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് ഹദീസ് പണ്ഡിതന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും പഠിപ്പിച്ചു. ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഹദീസ് എന്ന് മാത്രമല്ല, ആയത്താണെങ്കിലും ശരി, ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നിടത്ത് തീർച്ചയായും ചില അടിസ്ഥാനങ്ങളെ, ചില മാനദണ്ഡങ്ങളെ, തത്വങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ട്. ആ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് വിശദീകരണമെങ്കിൽ ഒരിക്കലും ഒരു ഹദീസും ബുദ്ധിക്കെതിരാവുകയില്ല, ഒരു ഹദീസും ഖുർആനുമായി എതിരാവുകയില്ല, ഒരു ഹദീസും മറ്റൊരു ഹദീസുമായി വിരുദ്ധമായി വരികയില്ല, ഒരു ഹദീസും പ്രകൃതിയുടെ തത്വത്തോട് വിരുദ്ധമായി വരികയില്ല. തീർച്ചയാണ് 10-12 ഖാഇദകളെ, 10-12 തത്വങ്ങളെ പണ്ഡിതന്മാർ ആ രംഗത്ത് പഠിപ്പിച്ചതായി കാണാൻ കഴിയും. ഒന്ന് ഓടിച്ചു പോകാം. ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇഖ്ലാസ്, ഉദ്ദേശശുദ്ധി എന്നാണ്. ഇതാണ് ആർക്കുമില്ലാത്തതും. വിമർശകന്മാർക്കെല്ലാം കൈമോശം വന്നതും പ്രധാനമായും ഇത് തന്നെയാണ്. ഇഖ്ലാസ്, ഉദ്ദേശശുദ്ധി. ഒരു ഹദീസിനെ സമീപിക്കുന്നിടത്ത്, ഒരു പ്രമാണത്തെ സമീപിക്കുന്നിടത്ത് ഒരു ശരിയായ സതുദ്ദേശം, ഉദ്ദേശശുദ്ധി. ആ പ്രമാണം സ്ഥിരപ്പെട്ടതാണെങ്കിൽ എനിക്കത് സ്വീകരിക്കണമെന്ന ആ ഒരു മനസ്സെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രമാണങ്ങൾ, ഈ ഹദീസുകൾ എല്ലാവർക്കും ഗ്രഹിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ തത്വം പഠിപ്പിച്ചത് ദർഉ തആറുദി ബൈനൽ ഖുർആനിൽ കരീം വസ്സുന്ന. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാവില്ല. അത് അടിസ്ഥാന തത്വമാണ്. എന്തുകൊണ്ട്? ഖുർആൻ വഹയാണ്, ഹദീസും വഹയാണ്. ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള ബോധനമാണ്, ഹദീസും അല്ലാഹു തആല നൽകുന്ന ബോധനം അടിസ്ഥാനമാക്കി പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എങ്കിൽ അവ തമ്മിൽ വൈരുദ്ധ്യമില്ല. അത് അടിസ്ഥാനമാണ്. വൈരുദ്ധ്യമുണ്ട് എന്ന് കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത്. ഖുർആനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നത് ഈമാന്റെ ഭാഗമാണ്, വിശ്വസിക്കേണ്ട ബാധ്യതയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വല്ലദീ യജിബു അലാ കുല്ലി മുസ്ലിമിൻ ഇഅ്തിഖാദുഹു, എല്ലാ മുസ്ലിമും നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യമാണ് അന്നഹു ലൈസ ഫീ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സഹീഹതി സുന്നത്തുൻ വാഹിദത്തുൻ തുഖാലിഫു കിതാബല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ട നബിതങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ബോധ്യമുള്ള സ്വഹീഹായ ഹദീസുകളിൽ ഒരൊറ്റ ഹദീസും ഖുർആനോട് യോജിക്കാത്ത, ഖുർആനുമായി വൈരുദ്ധ്യമാകുന്ന ഒരൊറ്റ ഹദീസും ഇല്ല എന്നത് എല്ലാ മുസ്ലിമും വിശ്വസിക്കൽ വാജിബാണ് എന്നാണ്. സ്വഹീഹായ ഒരു ഹദീസും വിശുദ്ധ ഖുർആനോട് എതിരാവുക ഇല്ല. അത് അടിസ്ഥാനമാണ്. അത് ഉൾക്കൊണ്ടിട്ട് വേണം ഹദീസുകൾക്ക് അർത്ഥം കൽപ്പിക്കാൻ. മൂന്നാമത്തെ നിബന്ധന പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞത് അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫഹ്മിഹിം ലിസ്സുന്ന വൽ ഇഖ്തിദാഉ ബിഹിം. സ്വഹാബിമാർ എങ്ങനെയാണോ ഹദീസുകൾ ഗ്രഹിച്ചത് അതുപോലെ ഗ്രഹിക്കുക. നബിയിൽ നിന്ന് ഹദീസ് കേട്ടത് സ്വഹാബിമാരാണല്ലോ. ആ സ്വഹാബിമാർ എങ്ങനെയാണോ ഹദീസ് മനസ്സിലാക്കിയത്, എങ്ങനെയാണോ ഗ്രഹിച്ചത് അതുപോലെ ഗ്രഹിക്കുക. അതല്ലാത്ത തലത്തിലേക്ക് പോകുമ്പോഴാണ് വൈരുദ്ധ്യങ്ങളായി, അബദ്ധങ്ങളായി എല്ലാം മനസ്സിലാക്കപ്പെട്ടു പോവുക. നാലാമതൊന്ന് മഅരിഫത്തുൽ ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷയിൽ പ്രാവീണ്യമുണ്ടാകണം. അറബി പോയിട്ട് മലയാളം പോലും മര്യാദക്കറിയാത്തവരാണ്. മറ്റു പല ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഹദീസ് ടെക്സ്റ്റുകൾക്ക് അർത്ഥം കണ്ടെത്തിയിട്ട് അതിനടിസ്ഥാനത്തിൽ ഹദീസ് തള്ളാൻ മുന്നോട്ട് വരുന്ന ആളുകൾ, മുൻഗാമികളായ ആളുകൾ അറബി ഭാഷയിൽ പ്രാവീണ്യമുണ്ടാകാൻ വലിയ കാര്യമായി പഠിപ്പിക്കുകയും മാത്രവുമല്ല, ഇമാം അസ്മഈ റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്ന മിമ്മാ അഖാഫു ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ത്വാലിബിൽ ഇൽമി ഇദാ ലം യഅരിഫിൻ നഹ്വ. ഒരു ഇൽമ് അന്വേഷിക്കുന്ന, അറിവ് തേടുന്ന ഒരു വിദ്യാർത്ഥി അറബി ഭാഷ, അതിലെ ഗ്രാമർ, വ്യാകരണങ്ങൾ അത് പഠിച്ചില്ല എങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറഞ്ഞവനെന്ന ഗണത്തിൽ അവൻ ഉൾപ്പെട്ടു പോകുമെന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം എന്നാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ.
പ്രവാചകന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ സീറ്റുറപ്പിക്കട്ടെ എന്ന പ്രവാചക വചനത്തിന്റെ വ്യാപ്തിയിൽ ആ മതവിദ്യാർത്ഥി പെട്ടുപോകും. അറബി വ്യാകരണം, ഗ്രാമർ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗ്രഹിച്ചില്ല എങ്കിൽ എന്ന ഇമാം അസ്മഇയുടെ വചനം ഒരു അടിസ്ഥാനമായി നാം സ്വീകരിക്കേണ്ടതാണ്. ഭാഷാ നിയമങ്ങൾ ഒന്നും അറിയാതെ സ്വന്തമായി അർത്ഥം വെക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കുക പോലും ചെയ്യാത്ത തലങ്ങളിലേക്ക് ഹദീസുകൾക്ക് അർത്ഥം കൽപ്പിക്കുകയും അതുവഴി നബിയുടെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാൻ അത് കാരണമായി മാറുകയും ചെയ്യുമെന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. അതേപോലെ മറ്റൊന്ന്, അഞ്ചാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് ഫഹ്മു അസ്ബാബി വുറൂദിൽ ഹദീസ്. ഒരു ഹദീസിന്റെ സന്ദർഭം മനസ്സിലാക്കണം. നബി എപ്പോഴാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, ഏത് അവസ്ഥയിലാണ് പറഞ്ഞത്, എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത്, അത് പറഞ്ഞ സന്ദർഭമുണ്ട്. വിശുദ്ധ ഖുർആനിന് അസ്ബാബുൻ നുസൂൽ ഉള്ളതുപോലെ ഹദീസുകൾക്ക് അസ്ബാബുൽ വുറൂദ്, ഒരു ഹദീസ് വരാനുള്ള പശ്ചാത്തലം എന്താണ്, ആ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വിശദാംശങ്ങൾ ഗ്രഹിക്കാൻ കഴിയുക. ആറാമത്തെ നിബന്ധന, ആറാമത്തെ ഖാഇദയായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തി ഫഹ്മുസ് സുന്ന ഫീ ലൗഇൽ മഖാസിദ് ശർഇയ്യ അൽ കുബ്ര. മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് വേണം ഒരു ഹദീസിന് അർത്ഥം പറയാൻ. ആ ഹദീസ് മാത്രമല്ലല്ലോ മതത്തിലുള്ളത്, ആയിരക്കണക്കായ ഹദീസുകളുണ്ട്, ആയിരക്കണക്കായ ഖുർആനിക വചനങ്ങളുണ്ട്. അവയെല്ലാം ഉൾക്കൊള്ളുന്ന ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ മുഴുവൻ ഗ്രഹിച്ചിട്ട് വേണം ഒരു ഹദീസിന് അർത്ഥം കൽപ്പിക്കാൻ. അല്ലാതെ ഒരു ഹദീസ് മാത്രം എടുക്കുക, അതിന് ട്രാൻസ്ലേഷൻ നോക്കുക, ആ അർത്ഥം മാത്രം എടുക്കുക, അത് വലിയ കാര്യമാക്കി ഹൈലൈറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുക, അതല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ വിശദീകരിച്ചതുപോലെ ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാർ ഒരു ഹദീസ് തന്നെ ഒരുപാട് പരമ്പരകൾ വരുമ്പോൾ അതിനെല്ലാം പ്രത്യേകം ഹദീസുകളായി ഗണിച്ചുകൊണ്ട് അവയെല്ലാം പിന്നാലെ കൂടുകയും അവയെല്ലാം പഠന വിധേയമാക്കുകയും ചെയ്തത്. ഒരേ ഹദീസ് 10, 15, 20, 30, 40, 100 ഗ്രന്ഥങ്ങളിൽ എങ്ങനെ സ്ഥാനം പിടിച്ചു? ഒരാൾ ക്രോഡീകരിച്ചാൽ പോലെ പിന്നീട് എന്ത് ക്രോഡീകരിച്ചു? അല്ല, എല്ലാ പരമ്പരകളെയും പരിശോധനാ വിധേയമാക്കണം. അവിടെയെല്ലാം വന്ന വ്യത്യസ്ത പദപ്രയോഗങ്ങൾ, ഒരു വാക്യ വ്യത്യാസമുണ്ടെങ്കിൽ ആ വാക്ക് പോലും പ്രധാനമാണ്. ഒരു റിപ്പോർട്ടിൽ ഇല്ലാത്തൊരു പദം അടുത്ത റിപ്പോർട്ട് അധികമായി വന്നാൽ അതുപോലും പ്രധാനമാണ്. ആ നിലക്കാണ് ഹദീസ് പണ്ഡിതന്മാർ അതിനെ കണ്ടത്. യഹ്യ ഇബ്നു മഈൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലൗലം നക്തുബിൽ ഹദീസ മിൻ 30 വജ്ഹിൻ, 30ഓളം രീതികളിൽ ഒരു ഹദീസ് നാം രേഖപ്പെടുത്തിയില്ല എങ്കിൽ മാ അഖല്ലാഹു, ആ ഹദീസ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ്. ഒരു ഹദീസിന്റെ എല്ലാ വശങ്ങളും, അതിൻ്റെ വ്യത്യസ്തമായ ശൈലികൾ, അതുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ, അത് വന്ന സാഹചര്യങ്ങൾ എല്ലാം ഗ്രഹിച്ചെങ്കിൽ മാത്രമാണ് ഒരു ഹദീസ് മനസ്സിലാക്കി എന്ന് അവർ തീരുമാനിക്കുന്നത് എന്നാണ് വലിയ ഹദീസ് പണ്ഡിതന്മാർ പോലും സ്വയം രേഖപ്പെടുത്തി വെക്കുന്നത്. അതേപോലെ സ്വഹീഹ് ദഈഫുകളുടെ അടിസ്ഥാനം പഠിക്കേണ്ടതുണ്ട് എന്ന് മറ്റു തത്വമാണ്. എപ്പോഴൊരു ഹദീസ് സ്വഹീഹ് ആവുക, എപ്പോഴാണ് ദഈഫ് ആവുക, പണ്ഡിതന്മാർ നിശ്ചയിച്ച അടിസ്ഥാനം എന്താണ് എന്ന ആ ഖവാഇദു തസ്ഹീഹ് വത്തദഈഫ്, സ്വഹീഹ് ദഈഫുകളുടെ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ആ ഒരു വശം, ഖാഇദകൾ, തത്വങ്ങൾ അറിയേണ്ടതുണ്ട്. മറ്റൊന്ന് അത്തവസ്സുഖു മിൻ ഖവാഇദിൽ ജർഹി വത്തഅദീൽ, ഹദീസ് നിരൂപണ ശാസ്ത്രം, ഒരു റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അത് ചർച്ച ചെയ്യപ്പെടുന്ന നിരൂപണ ശാസ്ത്രം, ആ ശാസ്ത്രത്തിന് അവഗാഹം ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ 10-12 അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ഹദീസിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. കാരണം ചില ഹദീസുകളിൽ പൊതുവായ അധ്യാപനമുണ്ടാകും, മറ്റൊരു ഹദീസ് അതിന് ചില വിശദീകരണം നൽകിയിട്ടുണ്ടാകും. ഒരു ഹദീസിന് മുത്തലഖായി നിരുപാധികം പറഞ്ഞിട്ടുണ്ടാകും, മറ്റൊരു ഹദീസ് അതിന് ഒരു ഉപാധി വെച്ചിട്ടുണ്ടാകും. ഇതെല്ലാം ഗ്രഹിക്കണമെങ്കിൽ ആ ഹദീസിന് എല്ലാ വശങ്ങളും അറിയേണ്ടതുണ്ട്. ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഇന്ന് വിമർശകന്മാർ പറയുന്ന ഒരു ഹദീസിനെ നിങ്ങളൊന്ന് സമീപിച്ചു നോക്കൂ, അപ്പോൾ ബോധ്യമാകും ആ ഹദീസ് തകരാറുമില്ല. ആ ഹദീസിന് ഇത്രയും കാലം തകരാറുണ്ടെന്ന് പറഞ്ഞവർക്കായിരുന്നു തകരാറ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമേതുമില്ല. ഈ തത്വങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു ഹദീസ് നിങ്ങൾ പഠന വിധേയമാക്കി. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലോകത്ത് ഹദീസ് വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ, ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ വന്ന ശരിയായ വിശദീകരണങ്ങളെ ശരിയായി നിലക്കെടുത്തുകൊണ്ട് ഈ ഹദീസ് പ്രശ്നമാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഹദീസ് വിമർശകന് സാധിക്കുമോ? ഇല്ല, ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ, ഈ നിരൂപണങ്ങൾ, ഈ നിഷേധ പ്രവണതകൾ എന്നെല്ലാം രംഗത്ത് വന്നുവോ അന്നു മുതൽ തന്നെ ഹദീസ് വിഷയത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയും ശരിയായ ഗ്രന്ഥങ്ങളെ അന്നു മുതൽ തന്നെ അവർ രചിക്കുകയും ശരിയായ ദിശാബോധം മുസ്ലിം ഉമ്മത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും മാറി സ്വന്തം അർത്ഥമൊക്കെ വഴി പ്രസംഗിക്കണം. 1-2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. നബി തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ തസ്തഖ്ബിൽ ഖിബ്ല,
ولا تستدبروها بالغائط أو بالبول അല്ലെങ്കിൽ إذا أتيتم الغائط فلا تستقبلوا القبلة ولا تستدبروها. മലമൂത്ര വിസർജന സമയത്ത് ഖിബിലയ്ക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യാൻ പാടില്ല. വലാകിൻ ശർരിഖു ഔ ഗർരിബു, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക. ഒരു യുക്തിവാദിക്ക് എന്ത് പറയാം? ഈ ഹദീസിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വൈരുദ്ധ്യമാണ്. ഖിബിലയ്ക്ക് മുന്നിടാൻ പാടില്ല, പിന്നിടാനും പാടില്ല, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക. എന്നാൽ മദീനയിൽ നിന്നാണ് പറഞ്ഞത് എന്നും നാം ഇത് വായിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയാലോ ഒരു പ്രശ്നമില്ല. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയുക എന്ന് അവരോട് പറഞ്ഞു, നമുക്കോ വടക്കോട്ടോ തെക്കോട്ടോ തിരിയുക എന്നാണ് ഉദ്ദേശം. ഇത് മനസ്സിലാക്കാതെ ഈ വാചകങ്ങളുടെ പദങ്ങളുടെ അർത്ഥം മാത്രം എടുത്തുകൊണ്ട് ഈ ഹദീസ് പ്രശ്നമുണ്ടെന്ന് വാദിച്ചാലോ അയാൾക്കല്ലേ പ്രശ്നം, അല്ലാതെ ഹദീസിനല്ലല്ലോ. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ചു, വ്യഭിചാരിയെ എറിഞ്ഞുകൊള്ളുന്ന വിഷയം പറയുന്നിടത്ത് കാണാം, ലഅഖ്ലിയന്ന ബൈനകുമാ ബികിതാബില്ലാ, നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം ഞാൻ വിധി പറയാം. ലഅഖ്ലിയന്ന ബൈനകുമാ ബികിതാബില്ലാ, അള്ളാഹിൻ്റെ കിതാബ് പ്രകാരം ഞാൻ വിധി പറയാം. എന്നിട്ട് എറിഞ്ഞുകൊല്ലാൻ തീരുമാനിച്ചതാണ്. വിമർശകന്മാർ പറയാ, അള്ളാഹിൻ്റെ കിതാബിൽ എറിഞ്ഞുകൊല്ലാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഹദീസ് പറഞ്ഞതോ അള്ളാഹിൻ്റെ കിതാബ് പ്രകാരം ഞാൻ വിധിക്കാമെന്നാണ്. എന്നിട്ട് എറിഞ്ഞുകൊല്ലാൻ പറയുന്നു, എന്നാൽ അള്ളാഹിൻ്റെ കിതാബ് എറിഞ്ഞുകൊല്ലാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഹദീസ് ശരിയല്ല എന്ന് മനസ്സിലായില്ലേന്നാ. എന്തുകൊണ്ടാണ് മനസ്സിലായത്? കിതാബില്ല എന്ന വാക്കിന് ഖുർആനിന് അർത്ഥം വെച്ചപ്പോഴാണ്. ഖുർആൻ അള്ളാഹിൻ്റെ കിതാബല്ലേ? ആണ്. പക്ഷെ കിതാബുല്ല എന്ന അറബി ഭാഷ ഉപയോഗിക്കുമ്പോൾ ഖുർആൻ മാത്രമാണ് ഉദ്ദേശിക്കപ്പെടുക? അല്ല. ബിഹുക്കിമില്ല എന്നർത്ഥമുണ്ട്, ബി അംരില്ല എന്നർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം, അള്ളാഹു നിശ്ചയിച്ച വിധിപ്രകാരം, അള്ളാഹു തീരുമാനിച്ച തീരുമാനപ്രകാരം ഞാനിതാ വിധി പറയാം എന്ന് പറയുന്നതിനും അറബി ഭാഷയിൽ ബി കിതാബില്ല എന്ന് പറയാം. കുതിബ അലൈക്കുമുസ് സിയാം ഖുർആനിലെ പ്രയോഗമാണ്. കുതിബ അലൈക്കുമുൽ ഖിസാസ് ഖുർആനിലെ പ്രയോഗമാണ്. സമാനമായി ധാരാളം പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും കാണാം. അവിടെയൊക്കെ കുത്തിബ, കിതാബ്, യുക്തബു, അക്തുബു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. അവിടെയെല്ലാം ഖുർആൻ എന്നല്ല അർത്ഥം. അത് മനസ്സിലാക്കാതെ കിതാബില്ലാതെ കണ്ടപ്പോഴേക്ക് അള്ളാഹിന്റെ കിതാബ് പ്രകാരം ഖുർആൻ പ്രകാരമല്ലേ, ഖുർആൻ അങ്ങനെ ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ഹദീസ് ശരിയല്ല എന്നൊരുത്തം വാദിച്ചാലോ അയാൾക്കാണ് പ്രശ്നം. അതേപോലെ നബീദ് എന്ന പദപ്രയോഗം, ഷറാബ് എന്ന പദപ്രയോഗം ഹദീസിൽ കാണും. നബി തങ്ങൾ നബീദ് കുടിച്ചു, ഷറാബ് കുടിച്ചു എന്ന വാക്കെടുത്തിട്ട് കണ്ടോ നബി മദ്യപിച്ചുവെന്നാണ്, വീഞ്ഞ് കുടിച്ചുവെന്നാണ് ഇതിന് അർത്ഥം വെക്കുന്ന ആളുകളുണ്ട്. എന്തേ കാലം നബീദിന് അങ്ങനെ അർത്ഥം കിട്ടും. പക്ഷെ ഹദീസിൽ വന്നിടത്ത് അതാണോ അർത്ഥം? അവിടുത്തെ ഷറാബിന് അതാണോ അർത്ഥം? അത് പരിഗണിച്ചില്ല. സ്വന്തമായ അർത്ഥം പറഞ്ഞപ്പോൾ അവിടെ പ്രവാചകർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരായി മാറി എന്നർത്ഥം. അതുകൊണ്ട് ആ രംഗത്തെല്ലാമുള്ള ഒരു സൂക്ഷ്മത അനിവാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. എന്നൊക്കെ ഇത്തരം പ്രവണതകൾ മുസ്ലിം ഉമ്മത്തിലുണ്ടായോ അന്നൊക്കെ അതിനെതിരെ കൃത്യമായ പ്രതിരോധവും പണ്ഡിതന്മാർ തീർത്തിട്ടുണ്ട്. അവിടെയാണ് ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ പ്രസക്തി. ഏത് വിജ്ഞാന ശാഖയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ശബ്ദങ്ങളെ മനസ്സിലാക്കാൻ അതിൻ്റെതായ ഡിക്ഷണറിയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. മെഡിക്കൽ രംഗത്താണെങ്കിൽ മെഡിക്കൽ ഡിക്ഷണറി ഉണ്ട്. ഏതു രംഗത്തും അവിടുത്തെ സാങ്കേതികത മനസ്സിലാക്കാൻ അതിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. എങ്കിൽ ഹദീസിൻ്റെ പദങ്ങളെ വിശദീകരിക്കുന്നിടത്ത് 3 തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. ഒന്ന് ശുറൂഹുൽ ഹദീസ്, ഹദീസുകളെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ. പൊതുവായി ഹദീസുകളെ മൊത്തം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ആയിരക്കണക്കായ ഗ്രന്ഥങ്ങളാണ് ആ രംഗത്ത് രചിക്കപ്പെട്ടത്. സ്വഹീഹ് ബുഖാരിക്ക് മാത്രം 300 വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മാത്രം രചിക്കപ്പെട്ടു. പരിഭാഷകൾ വേറെ, മറ്റുള്ള പഠനങ്ങൾ വേറെ, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മാത്രം 300 ഗ്രന്ഥങ്ങൾ. ഓരോന്നും 10, 15, 20 വാള്യങ്ങളുള്ള 300 ഗ്രന്ഥങ്ങൾ സ്വഹീഹ് ബുഖാരിക്ക് മാത്രം രചിക്കപ്പെട്ടു. ഇതേപോലെ ഓരോ ഹദീസ് ഗ്രന്ഥങ്ങൾക്കും ധാരാളം ഗ്രന്ഥങ്ങൾ. അതുപോലെ ശർഹ് മുസ്ലിം, ഫത്ഹുൽ ബാരി അടക്കമുള്ള ഗ്രന്ഥങ്ങൾ. മറ്റൊന്ന് ഹദീസുകളെ ചില പ്രത്യേകമായ പദങ്ങളെ മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഗരീബുൽ ഹദീസ്, ഹദീസിൽ വന്ന അപരിചിതമായ വാക്കുകൾ, ആ വാക്കുകളെ മാത്രം വിശദീകരിക്കാനായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഹിജ്റ 2-ാം നൂറ്റാണ്ട് മുതൽ ഹിജ്റ 209 209 മരണപ്പെട്ട അബൂ ഉബൈദ്, 209 മരണപ്പെട്ട ഖാസിം ബിൻ സലാം റഹിമഹുല്ലാ, അദ്ദേഹമാണ് ആദ്യമായി ഗരീബുൽ ഹദീസ് എന്ന വിഷയത്തിൽ ഒരു ഗ്രന്ഥം രചിക്കുന്ന. 40 കൊല്ലത്തെ അധ്വാനമാണ് അദ്ദേഹം അത് ചെലവഴിച്ചത്. 40 കൊല്ലത്തെ അധ്വാനം കൊണ്ടാണ് ഗരീബുൽ ഹദീസ്, ഹദീസിൽ വന്ന
പരിചിതമല്ലാത്ത വാക്കുകൾക്കുള്ള വിശദീകരണം നൽകിക്കൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതി. അദ്ദേഹം പറയുന്നുണ്ട്, എഴുതാനുള്ള പശ്ചാത്തലം ഹദീസ് വിമർശകന്മാർ ഹദീസുകൾക്ക് തെറ്റായ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് ഹദീസുകളെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഗ്രന്ഥം രചിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് എന്നാണ്. അതിനുശേഷം ഹിജ്റ 200-കളിൽ മുതൽ 400 വരെയുള്ള 200 കൊല്ലങ്ങൾക്കിടയിൽ ഏകദേശം 50ഓളം ഗ്രന്ഥങ്ങളാണ് ഈ വിഷയത്തിൽ മാത്രം രചിക്കപ്പെട്ടത്. അല്ലാതെ ഇന്നും ഇന്നലെയും ചില ആളുകൾ ഹദീസ് വിമർശനം വന്നപ്പോൾ നമ്മൾ തട്ടുപ്പിച്ചുണ്ടാക്കിയ വ്യാഖ്യാനങ്ങളല്ല ഇവയൊന്നും. മൂന്നാമതൊന്ന് ഇഖ്തിലാഫുൽ ഹദീസ്, പരസ്പരം വൈരുദ്ധ്യമായി കാണിക്കപ്പെടുന്ന ഹദീസുകൾക്ക് ശരിയായ വ്യാഖ്യാനം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഇമാം തുഹാവിയുടെ ശർഹു ആസാർ പോലെ, ശർഹു മുഷ്കിൽ ആസാർ പോലെ, ഇബ്നു ഖുതൈബയുടെ തഅ്വീൽ മുഖ്തലിഫ് ഹദീസ് പോലെയുള്ള വിശ്വപ്രസിദ്ധമായ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ്, 1100 കൊല്ലങ്ങൾക്ക് മുമ്പെല്ലാം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ. പരസ്പരം വൈരുദ്ധ്യമാണ് എന്ന് വിമർശിക്കപ്പെടുന്ന ഹദീസുകൾക്ക് വൈരുദ്ധ്യമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ശരിയായ ആശയത്തെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഇത്തരം ഗ്രന്ഥങ്ങളിലേക്ക് മടക്കിയിട്ട് ഒരു ഹദീസിനെ വിമർശിക്കാൻ ഒരൊറ്റ വിമർശകനും സാധ്യമല്ല. അതിനു പകരം ഗൂഗിൾ ട്രാൻസ്ലേഷനും സ്വന്തമായ വ്യാഖ്യാനങ്ങളും ചില ഭാഷാ ഡിക്ഷണറികളും മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരം ആളുകൾ പലപ്പോഴും ഹദീസുകളെ വ്യാഖ്യാനിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. ഒറ്റ പോയിന്റ് കൂടി പറയട്ടെ, ഇത്തരം ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് മാത്രം മടക്കി ഹദീസുകൾക്ക് അർത്ഥം കൽപ്പിച്ചാൽ ഉണ്ടാകാവുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കാൻ 2 ഉദാഹരണം സ്ക്രീനിൽ കാണാം. ഒന്ന് ഹദീസ് വന്ന പ്രയോഗമാണ്. നബി തങ്ങളുമായി ബൈഅത്ത് ചെയ്യാൻ വന്ന സ്വഹാബി വനിതയോട് നബി തങ്ങൾ കൊടുത്ത നിർദ്ദേശമാണ്, വലാ തനൂഹി വലാ തതബറജി തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വലാ തതബറജി തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഗൂഗിൾക്ക് കൊടുത്തൊക്കെ എന്താ അർത്ഥം, എന്താ കിട്ടുകയോ? ആദ്യത്തെ അജ്ഞത പോലെ വിലപിക്കുകയും സ്വയം അലങ്കരിക്കുകയും ചെയ്യരുത്. ആദ്യത്തെ അജ്ഞത പോലെ, ജാഹിലിയ്യത്തുൽ ഊല എന്നതിനാണ് ആദ്യത്തെ അജ്ഞത എന്നർത്ഥം വെച്ചത്. കാരണം ഗൂഗിളിൽ അത്രയേ ഉള്ളൂ. ഗൂഗിളിന് ഈ കവായതൊന്നുമില്ലല്ലോ. ഒരു കവായതില്ലാത്ത മനുഷ്യന്മാരെ പിന്നാലെ പോകുന്നു, അതാ പ്രശ്നം. മറ്റൊരു വാക്ക്, ഒരു അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു നിയമം, മിൻ അഹ്കാമില്ലത്തി തുൻതിജു ഇദാ വഖഅ ബഅദ അൻ-നൂനി സാകിന അവി തൻവീനി അഹദു ഹുറൂഫിൽ ഹിജാ. അതായത് അറബി ഭാഷയിലെ ഒരു അക്ഷരം സുക്കൂനുള്ള നൂനിനും തൻവീനും ശേഷം വന്നാൽ ഉണ്ടാകുന്ന നിയമങ്ങൾ എന്നാണ് ശരിയായ അർത്ഥം. പക്ഷെ ഈ ഒരു വാചകം ഗൂഗിളിന് കൊടുത്താൽ എന്താ കിട്ടുകയോ? കന്യാസ്ത്രീ സക്കീനക്കോ തൻവീനോ ശേഷം അക്ഷരമാലയിലെ ഒരു അക്ഷരം വന്നാൽ ഉണ്ടാകുന്ന വിധികൾ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മളെ മാഷ കുറ്റമിട്ട് കാര്യമില്ല. ഈ വക ഗൂഗിളും അല്ലാത്ത ഇത്തരം ശൈലികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഹദീസ് നേരെ കൊടുക്കുക, ആരെങ്കിലും എഴുതി വെച്ച ഒരു അടിസ്ഥാനവുമില്ലാത്ത പരിഭാഷകളോ വിമർശകന്മാർ ഉണ്ടാക്കി വിട്ട പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷനോ മാത്രം അടിസ്ഥാനമാക്കി അർത്ഥം പറഞ്ഞാൽ ആ ഹദീസൊക്കെ ഖുർആനെതിരായിരിക്കും, അത് ബുദ്ധിക്കെതിരായിരിക്കും, പരസ്പര വൈരുദ്ധ്യമായിരിക്കും. എന്നാൽ ഈ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഒരു ആയത്തിന് ഒരു ഹദീസിന് വിശദീകരണം നൽകിയാൽ ഒരൊറ്റ ഹദീസും ഖുർആനെതിരാവില്ല, ഒരാളുടെ ബുദ്ധിക്കെതിരാവില്ല, ഒരു യുക്തിക്കും എതിരാവില്ല. ഇനി ഒരാളുടെ ബുദ്ധിക്ക് എതിരാകുന്നുവെങ്കിൽ അയാളുടെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് മനസ്സിലാക്കാന്നല്ലാതെ ഹദീസിന് കുഴപ്പമുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഹാദാ വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓരോ വിജ്ഞാന ശാഖക്കും അതിൻ്റേതായ ഒരു മെത്തഡോളജിയുണ്ട്. ഇത് ലോകത്ത് ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. ഏതൊരു വിജ്ഞാന ശാഖയ്ക്കും അതിൻ്റേതായ ടെർമിനോളജിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞത്, മെഡിക്കൽ ഡിക്ഷണറി എന്നുള്ളത്. ഒരു വേർഡ് ഓരോ ശാസ്ത്രശാഖയിലും അത് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള മീനിങ് വേറെയായിരിക്കും. ഇതൊരു ഭയങ്കര വളരെ ചെറിയ ഒരു ബാലപാഠമാണ്. പക്ഷേ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പലപ്പോഴും ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് വിമർശകർ ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഇത്തരം വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും ഒക്കെ നടത്താറുള്ളത്. ഇവിടെ ഒരു ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന അതിൻ്റെ മെത്തഡോളജി ഇസ്ലാമിക ലോകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ രീതിശാസ്ത്രത്തോടെ വളരെ കൃത്യമായി വിശദീകരിക്കപ്പെടുകയുണ്ടായി. സ്വഹാബത്ത് എങ്ങനെയാണത് മനസ്സിലാക്കിയത് എന്നതുപോലെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ അറിയണം. സഹീഹ് എന്താണെന്നറിയോ,
ലഈഫ് എന്താണെന്നറിയുമോ? അല്ലെ, ഹസൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ഹസനുൽ ഗൈരിഹി സ്വഹീഹുൽ ഗൈരിഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അല്ലേ, ലഈഫായ ഹദീസുകളുടെ കൂട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുൻകറുണ്ട്, മുഅല്ലലുണ്ട്, മുൻഖത്തിയുണ്ട്. ഇതൊക്കെ അറിയുമോ? ഇതൊന്നും അറിയില്ല. നോക്കൂ നിങ്ങൾ, ഒരു അറബി ഭാഷ, അത് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനെ ഹിജാസുകാരൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഖുറൈശികൾ ആ ഭാഷ, ആ വാക്കെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ അറിയണം. ഇതൊന്നും അറിയാതെയാണ് അറബി ഭാഷയിലെ ഒരു വരി അക്ഷരം തെറ്റാതെ വായിക്കാൻ അറിയാത്തവരാണ് വലിയ ഇസ്ലാം വിമർശകരായി, ഹദീസ് വിമർശകരായി ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നത്. ഇസ്ലാമിക അറബി ഭാഷയുടെ വിവരക്കേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നബീദ് എന്നുള്ള വാക്കുപയോഗിച്ച് അള്ളാന്റെ റസൂല് മദ്യപിച്ചു എന്ന് പറയുന്ന ഒരു പച്ചക്കള്ളം ഇവിടെ വിമർശകർ ഉന്നയിച്ചു വിട്ടത്. അതിവരുടെ ഭാഷാ പരിജ്ഞാനത്തിൻ്റെ, വിവരക്കേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.